Hey guys, welcome back to my channel. അപ്പം അന്വേഷിപ്പിൻ കണ്ടെത്താം എന്ന് പറയുന്നൊരു സിനിമ ഉണ്ട്, ഡയറക്റ്റഡ് ബൈ ഡാർവിൻ കുര്യാക്കോസ്. എനിക്ക് മൂവി നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമ, നല്ലൊരു മാന്യമായിട്ടുള്ളൊരു ക്രൈം ഡ്രാമ ത്രില്ലിംഗ് ആയിരുന്നു സിനിമ. ഒരു റിയലിസ്റ്റിക് മോഡിൽ പടം എടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് പടം. ടൊവിനോട് ഒരു ഗംഭീര തുടക്കം തന്നെയാണ് ഈ സിനിമ. ഈ വർഷത്തെ ഒരു കിടിലം, ഒരു നല്ലൊരു തുടക്കം തന്നെയാണ് അന്വേഷിപ്പിൻ കണ്ടെത്താം എന്ന് പറയുന്ന ഈ സിനിമ. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ്. സിദ്ദിഖ്, മെയിനായിട്ട് ടൊവിനോ, പിന്നെ സിദ്ദിഖ്, ഹരിശ്രീ അശോകൻ, പ്രമോദ് വെള്ളനാട്, വിനീത് തട്ടിൽ, പിന്നെ കോട്ടയം നസീർ, അസീസ് നെടുമങ്ങാട് തകർത്തു. എടുത്തു പറഞ്ഞ അസീസ് നെടുമങ്ങാടൊക്കെ ഇപ്പം നല്ല സെലക്ഷനിലേക്ക് പോകുന്നുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ്, അടിപൊളിയാണ്. ഇങ്ങനെ തന്നെ ചൂസ് ചെയ്യണം. അസീസ് ഇനിയും കിട്ടില്ല ക്യാരക്ടറായിരുന്നു, അടിപൊളി സീരിയസ് റോളായിരുന്നു. കോട്ടയം നസീർ ആയാലും അടിപൊളി, എന്ത് പെർഫെക്ഷൻ ആയിരുന്നു. അവിടെ ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഫേസ് എക്സ്പ്രഷനൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ സൂപ്പറായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് പടത്തിൽ. പിന്നെ നമ്മുടെ ഇന്ദ്രൻ സൈഡിനുണ്ട്, പിന്നെ അർത്ഥന, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ സംഭവത്തിൻ്റെ മ്യൂസിക് തന്നെ സന്തോഷ് നാരായണൻ. ഇതിൻ്റെ മ്യൂസിക് നമ്മുടെ തമിഴിലെ കിടിലം മ്യൂസിക് എന്ന ആളാണ് സന്തോഷ് നാരായണൻ്റെ. അടിപൊളി BGM സ്കോർ ആയിരുന്നു, എടുത്തു പറയണം. BGM സ്കോർ പ്ലസ് സിനിമാറ്റോഗ്രഫിയും എടുത്തു പറയണം. ഗിരീഷ് ഗംഗാധരനാണ് ഇന്നത്തെ സിനിമാറ്റോഗ്രഫി, സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. കിട്ടില്ല ക്യാമറ, ആ ഒരു ലോങ് ഷോട്ട് ആയാലും, ആ ഒരു എഡിറ്റിംഗ് ടീംസിനും, അവരുടെ പേര് ഞാൻ വിട്ടു, സോറി, ആ എഡിറ്റിംഗ് ടീംസിനൊക്കെ അടിപൊളി, കിട്ടില്ല കേട്ടോ. അവിടെ ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു, മാച്ചിങ് ആയിരുന്നു. അവിടെ എല്ലാവരും അതിലുപരി എല്ലാവരുടെ പെർഫോമൻസ് എല്ലാം അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ആ സ്റ്റോറി ആയാലും എല്ലാം സൂപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് സ്റ്റോറി റിട്ടേൺ ബൈ ജിനു എബ്രഹാം, വെൽഡൺ. നമ്മുടെ ആഡം ജോണും പിന്നെ ഖലീഫ എന്ന് പറഞ്ഞ അതിൻ്റെ അപ്കമിങ് വലിയൊരു പ്രോജക്റ്റ് ഉണ്ട്, അത് വൈശാഖൻ ഡയറക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ സ്റ്റോറി എഴുതിയ ആളാണ് ഇത്. ബട്ട് റിയലി അടിപൊളിയായിട്ട് ഞാൻ പറയാം, ഇത് നല്ലോണം മേക്ക് ചെയ്തിട്ടുണ്ട്. മേക്കിങ്ങിലാണ് ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലത്തെ പെർഫോമൻസിലാണ് നമ്മളിതിൽ എടുത്ത് പറയേണ്ട കാര്യം. എസ്പെഷ്യലി സൈഡ് ആക്ടേഴ്സ്, മെയിൻ ഞാൻ പറയാം. ടോളിയുടെ പെർഫോമൻസ് ആണെങ്കിൽ ഫൈൻ, നല്ല പെർഫോമൻസ് ആയിരുന്നു, ബോറൊന്നുമല്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. അതിലുപരി ആർട്ടിസ്റ്റിൻ്റെയൊക്കെ പെർഫോമൻസ് ആണ്, അതാണ് എടുത്ത് പറയുക. ഇതിൻ്റെ മെയിൻ പോയിന്റ്സ് എന്ന് വെച്ചാൽ അവരൊക്കെയാണ് തകർത്തിട്ട് പോയത്. ആക്ച്വലി സൈഡ് ആക്ടേഴ്സൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. നമുക്ക് നല്ലൊരു എൻഗേജ്മെന്റ്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് നമ്മളെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫാക്ടറിൽ കൊണ്ടുപോകും. നമ്മൾ അവസാനത്തെ ട്വിസ്റ്റൊക്കെ വേറെ ലെവലാണ്. നിങ്ങൾ എന്തായാലും വളരെ എൻജോയ് ചെയ്യും, ഐ എം ഷുവർ. പ്ലീസ് ഗോ വാച്ച് ഇൻ തിയേറ്റേഴ്സ്. നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യും. ഒരു ക്രൈം ത്രില്ലർ മോഡൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ അന്വേഷിപ്പിൻ കണ്ടെത്തും. ഓക്കെ ഗായ്സ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കാം. സൈൻ ഓഫ് ഫ്രം അരുൺ KC. എല്ലാം ആവട്ടെ.